ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ എൻ്റെ ഇലക്ട്രിക്കൽ സൈക്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ച് തരാം നിങ്ങൾക്ക്. പിന്നെ ഈ ഒരു സൈക്കിൾ എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ ഫാദറും എനിക്ക് എൻ്റെ ബർത്ത്ഡേക്കായിട്ട് എനിക്ക് മേടിച്ച് തന്നതാട്ടോ ഈ ഇലക്ട്രിക്കൽ സൈക്കിൾ. ഫാനിൻ്റെ നല്ല കമ്പനിയാണ് ഗൈസ്. എൻ്റെ ഉമ്മാൻ്റെ ഫാദർ മേടിച്ചതെന്ന് നല്ല സന്തോഷമുണ്ട്. കാരണം ഇത് അത്ര നല്ല ക്വാളിറ്റി ഒക്കെ 2 വർഷം ഗ്യാരണ്ടി അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ ഫിറ്റ് ചെയ്യണം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതാണ് സൈക്കിള്. ഇതാണ് സൈക്കിൾ കേട്ടോ. ഇതിൽ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് ആകെപ്പാടെ ഫിറ്റ് ചെയ്യുന്നത് രണ്ട് സാധനങ്ങളാണ്. ഒന്ന് ഈ ഒരു സാധനം നമ്മൾ ഫിറ്റ് ചെയ്യണം. പിന്നെ ഇതും ഫിറ്റ് ചെയ്യണം. ഈ സാധനം ഒന്നും ഫിറ്റ് ചെയ്യണ്ടേ, ആകെ ഈ സാധനം ഫിറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു സാധനമില്ലേ, ഈ ഒരു സാധനം നമ്മൾ വേറെ ഫിറ്റ് ചെയ്താൽ മാത്രം മതി. ബാക്കിയൊന്നും ഈ സാധനം ഒന്നും ഫിറ്റ് ചെയ്യണ്ട. അത് നമുക്ക് വേണ്ട രീതിയിൽ ഫിറ്റ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഈ സാധനം തിരിഞ്ഞിട്ടായിരിക്കും കിട്ടുക. ടയർ നേരായിട്ടുണ്ടാവും. അത് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഊരിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നേരാക്കണം. പിന്നെ മുമ്പിലൊരു ലൈറ്റും ഉണ്ട്. പിന്നെ സ്പ്രിങ് ഉണ്ട്. പിന്നെ ബാക്കിലൊരു ലൈറ്റും ഉണ്ട്. പിന്നെ ഇവിടെ ഇതാണ് ലൈറ്റ് ഓൺ ആക്കണത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൽ 5 ബെനലിയാണ് കേട്ടോ. ഇതിൻ്റെ ഡെക്കറേറ്റൊക്കെ ചെയ്തത് ബെനലിയാണ്. ബെനലി എഴുതിയിട്ടുണ്ട്. വാൻ്റെ കമ്പനിയാണ്. ഓക്കെ, എൻ്റെ കമ്പനി നല്ല ബ്രേക്കും ഇതിൻ്റെ ഒക്കെ നല്ല സാധനങ്ങളാണ്. കാണാൻ നല്ല ക്വാളിറ്റി ഉണ്ട് പോലെയാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ അതൊക്കെ നല്ല ഡിസ്ക് ബ്രേക്കാണ്. ഇതിനില്ല 3 പ്രത്യേകമാണ്. ഇതിലില്ല 3 മോഡ്സാണ് ഉള്ളത്. 1 ഇലക്ട്രിക്കൽ മോഡ്സ് ഉണ്ട്. പിന്നെ 1 സ്പീഡ് മോഡ് ഉണ്ട്. 4 മോഡ് ഉണ്ട് കേട്ടോ. 4 മോഡിൽ 1 ഇലക്ട്രിക്കൽ മോഡ് ഉണ്ട്. പിന്നെ 5 വരെയുള്ള നമ്പറിൽ നല്ല സ്പീഡിലെ മോഡും ഉണ്ട് 2. പിന്നെ 3ാമത്തെ ഗിയർ മോഡ് ഉണ്ട്. സാധാ മോഡാക്കിയിട്ട് നമുക്ക് എന്താ പറയുക, ഇലക്ട്രിക്കൽ അല്ലാത്ത സാധാ പോലെ ആക്കിയിട്ട് എന്താ പറയുക നമുക്ക് ഗിയർ ആക്കാം. പിന്നെ ഉള്ളത് സാധാ പോലെ നമുക്ക് ഓട്ടണതാണ്. പിന്നെ ഞാൻ എന്താ പറയുക, അതിൻ്റെ ഇവിടെയാണ് കേട്ടോ ഇത് ഓണാക്കുക. പിന്നെ അതിൻ്റെ മുമ്പേ നമുക്കിതാ ഇവിടെ കാണിച്ച എത്ര ചാർജ് ഉണ്ടെന്ന് കാണിക്കട്ടോ. ഓക്കെ, പിന്നെ ഇതാണ് ഇവിടെ ഒരു സ്വിച്ച് ഓൺ ആക്കുക. പിന്നെ ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഇത് നമ്മൾ ലോങ് പ്രസ് അമർത്തിയ സ്ക്രീനിൽ ഇങ്ങനെ കാണാം. ഇവിടെ ബാറ്ററി കാണിക്കും. ഇത് ഫസ്റ്റ് സ്പീഡാണ് കേട്ടോ. ഇതിൽ 3 ഇവിടെ ഇപ്പോൾ 0 സ്പീഡാണ്. പിന്നെ ഇതിൽ നമ്മൾ പ്ലസ് ഇങ്ങനെ അമർത്തിയ സ്പീഡ് കൂട്ടണതാണ്. പിന്നെ പിന്നെയും സ്പീഡ് കൂടണമാണ്. കുറച്ചായിട്ട് ഓട്ടും. പിന്നെ സ്പീഡ് കൂടണ ഇത്ര സ്പീഡുണ്ട്. പിന്നെ ഇതിൽ ഞാൻ കാണിക്കണത് നമ്മൾ ഈ ഒന്നുകൂടി സാധാ പോലെ 97.8 കിലോമീറ്റർ ഞാനിപ്പോൾ ഇതുകൊണ്ട് ഓടിയിട്ടുണ്ട് കേട്ടോ, ഈ സൈക്കിൾ കൊണ്ട്. ഇതിന് നമുക്ക് ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, പെയിൻറ്റ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് സർവീസിന് കൊടുത്ത് നേരാക്കാൻ പറ്റും. പിന്നെ ഇതിന് ഈ പെയിൻറ്റ് ഞാൻ പോയത് ഒരു വള്ളമെല്ലായിടത്തുനിന്ന് ഞാൻ തിരിച്ചതാണ്. അപ്പോൾ ഞാൻ അറിയാതെ വഴിക്ക് വീണു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് സ്പീഡാണ് കേട്ടോ. ഇതാണ് നമ്മുടെ എന്താ പറയുക ആക്സിലേറ്റർ കേട്ടോ. ആക്സിലേറ്റർ അമർത്തിയാൽ കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത്ര സ്പീഡിലാണ് പോകുന്നത്. ഡിസ്ക് ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ കാണിച്ചത് ഒറ്റയടിക്ക് നിൽക്കും. നമുക്ക് അത്ര സ്പീഡുണ്ട്. നല്ല സ്പീഡിലാണ്, ഒടുക്കത്തെ സ്പീഡാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ നല്ല സ്പീഡിലാണ് ഈ സാധനം പോകുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് സ്പീഡാണ്, ഒടുക്കത്തെ സ്പീഡാണ്. നമ്മളിത് മെല്ലെ നിർത്താൻ പാടുള്ളൂ കേട്ടോ. എങ്കിൽ നമ്മുടെ ഈ ഡിസ്ക് ബ്രേക്കിൻ്റെ കമ്പി നല്ല ചൂടാവും, നല്ല ഹീറ്റാവും. പിന്നെ കുറേ പ്രശ്നങ്ങൾ അങ്ങനെ വരും കേട്ടോ. 2 അങ്ങനെ നല്ല സ്പീഡിൽ
ഈ ചെറിയ തയ്യര് പോകുന്നത് കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ എൻജിൻ കേട്ടോ. ഇതാണ് ഇതിൻ്റെ എൻജിന്. അതിന് ചെറിയൊരു എൻജിനാണ്, പിന്നെ കുഴപ്പമൊന്നുമില്ല. കാറ്റടിക്കണതൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ കാറ്റ് പോയാൽ അതിന് അങ്ങനെ പ്രശ്നമില്ല. ഇതിൻ്റെ ടയർ എങ്ങാനും എന്തെങ്കിലും കുത്തിയാലോ ആണി കുത്തിയാലോ അങ്ങനെ എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കിത് വാൻ്റെ കമ്പനി ആണെങ്കിൽ വേറെ കടയിൽ കൊടുത്താൽ പ്രശ്നം വെച്ചാൽ ഇത് ചിലപ്പോൾ ഇത് മുക്കും എന്തായാലും ഒരു ടയറിന് സാധനമൊക്കെ ഊരേണ്ടി വരും. ഇതിനെന്തെങ്കിലും പ്രശ്നം വന്നാൽ അങ്ങനെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വാനിലെ കമ്പനീനെ കൊടുത്താൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമേ വേണ്ട. കാരണം അവരുടെ കമ്പനി നല്ല കമ്പനി, ക്വാളിറ്റി കമ്പനി. പിന്നെ ഇത് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സൈക്കിളിൽ ലൈറ്റ് ഞാൻ ഓണാക്കണം കാണിച്ചു തന്നില്ല അല്ലേ? ഇതിൽ നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടൺ കണ്ടോ? പ്ലസ് ബട്ടൺ അതിൽ ലോങ് പ്രസ് ചെയ്താൽ കാണാം. ലോങ് പ്രസ് ചെയ്തതാട്ടോ മുമ്പിൽ ലൈറ്റ് കത്തി. നല്ല പവർഫുൾ ലൈറ്റാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു നമ്മൾ രാത്രി നമ്മൾ ഒരു സ്ഥലം കണ്ടോ, ഇത്രയും സ്ഥലം നമുക്ക് ഇതുകൊണ്ട് ലൈറ്റ് അടിച്ചാണ്. ബാക്കിലൂടെ ലൈറ്റ് കത്തി. ഈ ഒരു സൈക്കിളിൽ കുറേ പരിപാടികൾ അങ്ങനെ ഉണ്ട്. ഗിയേഴ്സ് ഉണ്ട്, നല്ല ഡിസ്ക് ബ്രേക്ക് വെച്ച നല്ല ക്വാളിറ്റിയും ഇതൊക്കെ ഉള്ള സാധനം നോക്കി. നല്ല രസമുള്ള ബെനേലി അങ്ങനെയാണ് അവർ ഡെക്കറേറ്റ് ചെയ്യാൻ ബെനേലി. പിന്നെ ഇത് കുറേ രാജ്യത്ത് ഇറങ്ങുന്നുണ്ട് ഇനി മുതലും. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബാറ്ററി പോരുന്നെങ്കിൽ ഒരു കീ ഉണ്ട്. ആ കീ ഞാൻ ഇപ്പോൾ മേലാണ്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് ഇങ്ങനെ ആയി കിട്ടും. പിന്നെ ഇത് നേരാക്കാൻ വേണ്ടി നമുക്ക് വേറെ സാധനങ്ങൾ വാങ്ങണമെന്നും വേണ്ടെന്ന് നിങ്ങൾ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം അവർ അതിൻ്റെ കൂടെ ആയിട്ട് ഇത് വരും. പിന്നെ ചാർജൊക്കെ കുത്തിയേക്കണം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഞാൻ കാണിച്ചു തരാം. ബാറ്ററി വരുന്നത് അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ വാട്ടർ ബോട്ടിൽ വെക്കേണ്ട സ്ഥലമുണ്ട്. ഇത് നമുക്ക് ഓഫ് റോഡിനൊക്കെ പറ്റിയൊരു സൈക്കിളൊക്കെ സാധനമാണ്. ഓഫ് റോഡും പറ്റിയ സൈക്കിളാണ്. കാരണം എന്താ, ഒടുക്കത്തെ നല്ല സ്പീഡും ഒടുക്കത്തെ അങ്ങനെ നല്ല കാര്യങ്ങൾ. ഇതിനെ കുറച്ച് നോക്കുകയാണെങ്കിൽ നല്ല പവർഫുൾ സാധനമാണ്. ഇതിന് ഇത്ര പോകുന്നതാണെങ്കിൽ നല്ല പവർഫുൾ സാധനമാണ് കേട്ടോ. ഇപ്പോൾ ലൈറ്റ് ഓഫ് ആക്കണമെങ്കിൽ നമുക്ക് ലോങ് പ്രസ് അമർത്തിയാൽ മതി കേട്ടോ. ലോങ് പ്രസ് അമർത്തിയാൽ നമുക്ക് ലൈറ്റ് ഓഫ് ആക്കാം. ഓക്കെ, ലൈറ്റ് ഓഫ് ആക്കാം നമുക്ക് പെട്ടെന്ന്. ഇതിന് ശരിക്കും പറഞ്ഞൊരു സ്റ്റിക്കറുണ്ട്. സ്റ്റിക്കർ കണ്ടില്ലേ, ഞാൻ ഇതുവരെ ഊരിയിട്ടില്ല. കാരണം അതിന് എന്തെങ്കിലും പ്രശ്നം വന്ന് പിന്നെ അതിനായിട്ട് കൊടുക്കണ്ടല്ലോ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിക്കർ അവിടെ തന്നെ വെച്ചിട്ട്. പിന്നെ ഇതിൻ്റെ ബോക്സ് കുറച്ച് വലുതാണ്. ഇതിനായിട്ട് നമുക്ക് ഡെലിവറി ചെയ്ത് തരുമായിരിക്കും. പിന്നെ അതിൻ്റെ പ്രൈസൊന്നും ഞാൻ ഇപ്പോൾ പറയണില്ല തൽക്കാലത്തിന്. അത് നമുക്ക് യൂട്യൂബിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലീസ്. ടാറ്റാ, ബൈ ബൈ.